ടൂറിസം രംഗത്ത് സമാനതകളില്ലാത്ത വികസനമാണ് തൃശൂർ ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. തളിക്കുളം സ്നേഹതീരം ബീച്ചിലെ വികസനങ്ങളും ഗുരുവായൂരിലെ പുതിയ ഗസ്റ്റ് ഹൌസും പ്രധാന ആകർഷണങ്ങളാണ്. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് തൃശൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുള്ളത്. ജില്ലയിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിലും ടൂറിസം വികസനത്തിന് വലിയ സാധ്യതകളാണ് സർക്കാർ തുറന്നു വെച്ചിട്ടുള്ളത്. കാലങ്ങളായി ശോചനീയാവസ്ഥയിലായിരുന്ന സ്നേഹതീരം ബീച്ച് പാർക്ക് നവീകരിച്ചതോടെ പാർക്കിലേക്കും ബീച്ചിലേക്കും സഞ്ചാരികളുടെ ഒഴുക്കാണ്. CC മുകുന്ദൻ MLA ഇടപെടലിലാണ് സ്നേഹതീരത്തേക്ക് 2 വർഷത്തിനുള്ളിൽ 3.56 കോടി രൂപ ലഭ്യമായത്. കുട്ടികൾക്കായി പുതിയ കളിയുപകരണങ്ങൾ സ്ഥാപിച്ചു. പ്രധാന ആകർഷകമായി ബീച്ച് സൈഡിൽ നിന്നും കവാടം നിർമ്മിച്ചു. കൽമണ്ഡപങ്ങൾ നവീകരിച്ചു. സെൽഫി പോയിന്റ്, ജിം ഉപകരണങ്ങൾ എന്നിവ സ്ഥാപിച്ചു. രാത്രിയിലാണ് കൂടുതൽ ഇവിടെ ആളുകൾ കൂടുതൽ വരുന്നത്. നൈറ്റ് വൈബ് നന്നായി ആസ്വദിക്കുന്നുണ്ട്. ഫാമിലിയൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് മടങ്ങുന്നത്. ടിക്കറ്റ് ചാർജും കുറവാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഒരു സ്ഥാപനമായ കാരണം പുതിയ സ്വിമ്മിംഗ് പൂൾ നിർമ്മാണം, ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മാണം, ഫൗണ്ടനുകളുടെ നിർമ്മാണം എന്നിവ ആരംഭഘട്ടത്തിലാണ്. നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പാർക്കിൽ ഒരുപാട് കളിക്കാൻ, കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് കളിക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല വൃത്തിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻ എടുത്തു പറയാനുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ബീച്ചാണ്. പിന്നെ അതുപോലെ പാർക്കും മുന്നും അടിപൊളി തന്നെയാണ്. ഇപ്പോൾ കുറേ കൂടി നവീകരിച്ചതുകൊണ്ട് ഒന്നുകൂടി അടിപൊളിയായിരിക്കുന്നതാണ് തോന്നുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ 31 കോടിയിലധികം രൂപ ചെലവിട്ടാണ് ടൂറിസം വകുപ്പ് അതിഥി മന്ദിരം നിർമ്മിച്ചത്. പ്രസിഡൻഷ്യൽ സ്യൂട്ട് ഉൾപ്പെടെ 4 സ്യൂട്ട് റൂമുകളും 55 മുറികളും ഈ അതിഥി മന്ദിരത്തിൽ ഉണ്ട്. വിപുലമായ കാർ പാർക്കിംഗ്, റിസപ്ഷൻ, ലോബി, ബോർഡ് റൂം, കോൺഫറൻസ് ഹാൾ, ട്രാവൽ ഡെസ്ക് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. നാല് കോടിയിലധികം രൂപ ചെലവിട്ട പൂമല ഇക്കോ ടൂറിസം ആണ് മറ്റൊരു പദ്ധതി. പ്രകൃതി രമണീയമായ പൂമല ഡാമും സമീപ പ്രദേശങ്ങളും വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ്. ചെപ്പാറയും പത്താഴക്കുണ്ടും പുലിക്കപ്പാറയും സമീപത്തുണ്ട്. ചെപ്പാറ റോക്ക് ഗാർഡനിൽ 1 കോടി രൂപ ചെലവിൽ വഴിയോര വിശ്രമ കേന്ദ്രം ഒരുങ്ങുന്നുണ്ട്. വാഴാനി, പേരപ്പാറ, ചാത്തഞ്ചിറ, പൂമല ഡാം, പത്താഴക്കുണ്ട്, ചെപ്പാറ, വിലങ്ങൻ, പുഴയ്ക്കൽ, കോൾലാൻഡ് എന്നീ കേന്ദ്രങ്ങളെ കൂട്ടിയിണക്കി വടക്കാഞ്ചേരി ടൂറിസം കോറിഡോർ പദ്ധതി ബജറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി പടിപടിയായി ഓരോ കേന്ദ്രങ്ങളും പ്രത്യേകതകൾക്കനുസൃതമായി വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൂമല ഇക്കോ ടൂറിസം വില്ലേജ് പദ്ധതിക്കായി തുക അനുവദിച്ചതോടെ വൻ മുന്നേറ്റമാണ് ഉണ്ടാവുക. മീഡിയ 1 തൃശൂർ.